നാശിനി സുഗതാം വരദാം മാതരം വന്ദേ മാതരം വന്ദേ മാതരം. ഭാരത് മാതാ കി ജയ്. പരിപാടിയിൽ സ്വാഗതം ആശംസിക്കാൻ OBC മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും അടൂർ നിയമസഭാ മണ്ഡലത്തിൻ്റെ ഇൻചാർജുമായിട്ടുള്ള അഡ്വക്കേറ്റ് AV അരുൺ പ്രകാശിനെ ക്ഷണിച്ചോളൂ. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന NDAയുടെ ചെയർമാനും ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലയുടെ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് BS സൂരജ് അവറുകൾ, ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന ഓരോ പ്രിയപ്പെട്ട കേന്ദ്ര മന്ത്രി ശ്രീമതി മീനാക്ഷി ലേഖി അവറുകൾ, ഈ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള പാർട്ടിയുടെയും NDAയുടെയും നേതാക്കളെ, പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, ഏവർക്കും നമസ്കാരം. ഇന്ന് ഇത്തരത്തിലുള്ള ഒരു പൊതുസമ്മേളനം ഈ ഇലക്ഷൻ കാലയളവിൽ ഇവിടെ സംഘടിപ്പിക്കുവാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് നമുക്ക് ഏവർക്കും അറിയാം. വരാൻ പോകുന്ന 26-ാം തീയതി നടക്കുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ ജനവിധി തേടുന്ന യുവത്വത്തിന്റെ പ്രതീകമായിട്ടുള്ള ദേശീയ രാഷ്ട്രീയത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയും വക്താവുമായിട്ടുള്ള ഏറെ ബഹുമാന്യനായിട്ടുള്ള വിദ്യാസമ്പന്നനായിട്ടുള്ള ഏറെ പ്രിയപ്പെട്ട ശ്രീ അനിൽ കെ ആന്റണിയെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ മത്സരിക്കുന്ന LDFന്റെയും UDFന്റെയും സ്ഥാനാർത്ഥികളെ താരതമ്യം ചെയ്യുമ്പോൾ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള, നിരവധി ഭാഷകൾ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന, അങ്ങനെ ഈ രാജ്യത്തെ തന്നെ നിരവധി കമ്പനികളുടെ വൈസ് ചെയർമാൻ പദവി അടക്കം അലങ്കരിക്കുന്ന ശക്തനായ ഒരു യുവ നേതാവിനെയാണ് NDA ഈ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തില് NDAയുടെ സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത്. ഈ അവസരത്തിലാണ് കഴിഞ്ഞ 15 വർഷക്കാലം ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു പോയിട്ടുള്ള ശ്രീ ആന്റണി എന്ന് പറയുന്ന MP ഈ പത്തനംതിട്ടയിൽ യാതൊരുവിധ വികസന പ്രവർത്തനം നടത്താതെ ഇവിടെ കുറെ ഹൈമാസ്റ്റ് ലാമ്പുകളും കുറെ വെയിറ്റിംഗ് ഷെഡുകളും മാത്രം നിർമ്മിച്ചുകൊണ്ട് 2-2.5 ലക്ഷം രൂപയുടെ വെയിറ്റിംഗ് ഷെഡുകൾക്ക് ഏതാണ്ട് 25 ലക്ഷവും 26 ലക്ഷം രൂപയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വെയിറ്റിംഗ് ഷെഡ് വികസന പ്രവർത്തനങ്ങൾ മാത്രമാണ് ഈ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, LDFന്റെ ഒരു സ്ഥാനാർത്ഥി ശ്രീമാൻ തോമസ് ഐസക് എന്ന് പറയുന്ന ആലപ്പുഴയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്ക് വേണ്ടാത്ത ശ്രീ തോമസ് ഐസക് ഈ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് വിധി നേടുമ്പോൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് ചേരി തിരിഞ്ഞ് അടി നടക്കുന്ന സംഭവം നമ്മൾ ഇവിടുത്തെ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്തതായിട്ട് കണ്ടു. അപ്പൊ ആർക്കും വേണ്ട ആലപ്പുഴക്കാരനായിട്ടുള്ള നേതാവ് ഈ പത്തനംതിട്ട പാർലമെന്റിൽ നിന്ന് ജനവിധി തേടുമ്പോൾ മറ്റൊരു നേതാവ് 15 വർഷക്കാലമായിട്ട് ഈ മണ്ഡലത്തിൽ യാതൊരു വികസന പ്രവർത്തനങ്ങളും നടത്താതെ
ഈ തിരഞ്ഞെടുപ്പ് മാത്രമാകുമ്പോൾ അദ്ദേഹത്തെ കാണുന്ന ഒരവസ്ഥയാണ് ഈ മണ്ഡലത്തിൽ കാണുന്നത്. അപ്പോഴാണ് NDAയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ അനിൽ കെ ആന്റണിയെ കുറിച്ച് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ശ്രീ അനിൽ കെ ആന്റണി ഇവിടുന്ന് വിജയിച്ചു എന്നാൽ ഇവിടുത്തെ ജാതിമത രാഷ്ട്രീയ ഉൾപ്പെടെയുള്ളവര് ഈ NDAയുടെ സ്ഥാനാർത്ഥിയെ ഇരുകൈയും നീട്ടി സ്വീകരിച്ച അവസ്ഥയാണ് ഇന്ന് ഈ മണ്ഡലത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ശ്രീമതി മീനാക്ഷി ലേഖിയെ പോലെയുള്ള കേന്ദ്രമന്ത്രിമാർ അദ്ദേഹത്തിന്റെ പ്രചരണത്തിനെത്തുമ്പോൾ അദ്ദേഹത്തിന്റെ വിജയം ഉറപ്പാക്കിയിരിക്കുകയാണ്. അത്തരത്തിലുള്ള ശക്തമായ ഒരു മത്സരമാണ് ഈ പത്തനംതിട്ട പാർലമെന്റിൽ നടക്കുന്നത്. ഈ യുവത്വത്തിന്റെ പ്രതീകമായിട്ടുള്ള ശ്രീ അനിൽ കെ ആന്റണി ഇവിടുന്ന് ജനവിധി തേടുമ്പോൾ ഇവിടുത്തെ ജാതിക്കും വർഗത്തിനും വർണ്ണത്തിനും അതീതമായിക്കൊണ്ട് ഇന്നാട്ടിലെ നല്ലവരായിട്ടുള്ള ജനാധിപത്യ വിശ്വാസികള് ശ്രീ അനിൽ കെ ആന്റണിയെ വിജയിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. നമ്മുടെ ഏറെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി എത്രയും പെട്ടെന്ന് ഇവിടെ എത്തും. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് തിരിച്ചു പോകേണ്ടതായിട്ടുള്ളതുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കിക്കൊണ്ട് എന്നെ ഏൽപ്പിച്ച കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷഫലം അലങ്കരിക്കുന്ന ഏറെ ബഹുമാനപ്പെട്ട പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് PA സൂരജ് അവരുകളെ ആദരപൂർവം ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ സാർ അവരുകളെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഈ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിന്റെ പ്രഭാരിയുമായിട്ടുള്ള ഏറെ ബഹുമാനപ്പെട്ട ശ്രീ കരമന ജയൻ അവരുകളെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. BDJSന്റെ ആരാധ്യനായിട്ടുള്ള ജില്ലാ പ്രസിഡന്റ് ഏറെ ബഹുമാനമായിട്ടുള്ള ഡോക്ടർ AV ആനന്ദരാജ് അവരുകളെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ഈ ഉദ്ഘാടകയായിട്ടുള്ള ബഹുമാനപ്പെട്ട നമ്മുടെ മീനാക്ഷി ലേഖി അവരുകളെയും ഈ യോഗത്തിലേക്ക് നിങ്ങളുടെയൊക്കെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഏറെ ബഹുമാനപ്പെട്ട നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ അനിൽ കെ ആന്റണിയെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ പന്തളം പ്രതാപൻ അവരുകളെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സ്റ്റേറ്റിന്റെ IT സെൽ കൺവീനർ S ജയശങ്കർ അവരുകളെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ പ്രദീപ് ഐരൂർ, ശ്രീ K ബിനുമോൻ അവരുകളെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ശ്രീ TR അജിത് കുമാർ, പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള അജിത് കുമാർ അവരുകളെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ ജില്ലയുടെ ഉപാധ്യക്ഷൻ ഏറെ പ്രിയങ്കരനായിട്ടുള്ള ശ്രീ വിജയകുമാർ മണിപ്പുഴ അവരുകളെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായിട്ടുള്ള ശ്രീ K അയ്യപ്പൻകുട്ടി, ശ്രീ പ്രദീപ് കൊട്ടത്ത് അവരുകളെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സ്പോർട്സ് സെല്ലിന്റെ സംസ്ഥാന കോ കൺവീനറായിട്ടുള്ള ശ്രീ വിനോദ് തിരുമൂലപുരം അവരുകളെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ നിതിൻ ശിവ, യുവമോർച്ചയുടെ ജില്ലാ അധ്യക്ഷൻ, ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീ രൂപേഷ് അടൂർ, ഡിസ്ട്രിക്ട് പ്രസിഡന്റ് SC മോർച്ച രൂപേഷ് അടൂരിനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ ചന്ദ്രലേഖ അവറുകൾ, മഹിളാ മോർച്ചയുടെ ആരാധ്യയായിട്ടുള്ള ജില്ലാ പ്രസിഡന്റ്, ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഏറെ പ്രിയങ്കരനായിട്ടുള്ള ശ്രീ അനിൽ നെടുമ്പള്ളില്, അടൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ അധ്യക്ഷൻ, ശ്രീ ഗിരീഷ് കുമാർ, പന്തളം മണ്ഡലം കമ്മിറ്റിയുടെ അധ്യക്ഷൻ, ഏവരെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ സജി മഹർഷിക്കാവ്, അഡ്വക്കേറ്റ് അരുൺ താന്നിക്കൽ അടക്കമുള്ള ജനറൽ സെക്രട്ടറിമാരും ശ്രീ നന്ദകുമാർ ജി, ശ്രീ വിജയകുമാർ തെങ്ങമ അടക്കമുള്ളവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ ഏരിയ നേതാക്കന്മാര്, ജില്ലയുടെ മറ്റ്
ഭാരവാഹികള്, മോർച്ചയുടെ അധ്യക്ഷന്മാര് അടക്കമുള്ള ഏരിയകളുടെ പ്രസിഡന്റുമാര്, ജനറൽ സെക്രട്ടറിമാര്, ബൂത്തിന്റെ പ്രസിഡന്റുമാര്, സെക്രട്ടറിമാര്, സംഘത്തിന്റെ വിവിധ ക്ഷേത്രത്തിന്റെ ചുമതലയുള്ള കാര്യകർത്താക്കള്, പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികള്, മാധ്യമ സുഹൃത്തുക്കള് അടക്കമുള്ളവരെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മുൻ ന്യൂനപക്ഷ കമ്മീഷൻ ഉപാധ്യക്ഷനുമായിട്ടുള്ള അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ അവരുടെ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും ലോക്സഭ ഇൻചാർജുമായിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീ കരമന ജയൻ അവരുടെ, പാർട്ടിയുടെ മുൻ ജില്ലാ അധ്യക്ഷൻ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള ശ്രീ ടി.ആർ. അജിത് കുമാർ, OBC മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും നിയമസഭാ ഇൻചാർജുമായിട്ടുള്ള അഡ്വക്കേറ്റ് എ വി അരുൺ പ്രകാശ്, പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ ഐരൂർ പ്രദീപ്, അഡ്വക്കേറ്റ് കെ ബിനുമോൻ, ജില്ലാ കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ ശ്രീ വിജയകുമാർ മണിപ്പുഴ, പാർട്ടിയുടെ മണ്ഡലം അധ്യക്ഷന്മാരായിട്ടുള്ള ശ്രീ അനിൽ നെടുമ്പള്ളിൽ, ശ്രീ ഗിരീഷ് കുമാർ, പാർട്ടി സംസ്ഥാന കൗൺസിൽ അംഗം ശ്രീ എം അയ്യപ്പൻകുട്ടി, സംസ്ഥാന കൗൺസിൽ അംഗം ശ്രീ കൊട്ടേത്ത് KS പ്രദീപ്, മഹിളാ മോർച്ചയുടെ ജില്ലാ അധ്യക്ഷ ശ്രീമതി ചന്ദ്രലേഖ, പാർട്ടി സ്പോർട്സ് സെൽ സംസ്ഥാന കോ കൺവീനർ ശ്രീ വിനോദ് തിരുമൂലപുരം, മണ്ഡലത്തിൻ്റെ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ സജി മകർഷിക്കാവ്, ശ്രീ അരുൺ താന്നിക്കൽ, അഡ്വക്കേറ്റ് ജി നന്ദകുമാർ, ശ്രീ വിജയകുമാർ തെങ്ങമം, യുവമോർച്ചയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ നിതിൻ ശിവ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയ സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, ജനാധിപത്യ വിശ്വാസികളെ, നമ്മുടെ ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിച്ചേരുന്നത് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള ശ്രീമതി മീനാക്ഷി ലേഖി MP അവർകളാണ്. ഏതാനും നിമിഷങ്ങൾക്കകം ശ്രീമതി മീനാക്ഷി ലേഖി ഇവിടെ എത്തിച്ചേരും. അത് കഴിഞ്ഞ് ഉടൻ തന്നെ ഡൽഹിയിലേക്ക് പോകേണ്ടതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഉദ്ഘാടന സമ്മേളനം ഇവിടെ സമാപിക്കുന്നതാണ്. ഈ തരത്തിലുള്ള ഒരു പൊതുയോഗം നടത്തുന്നതിനെക്കുറിച്ച് എനിക്ക് മുമ്പ് ഇവിടെ സംസാരിച്ച എല്ലാവരും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. 26-ാം തീയതി നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് ദേശീയ ജനാധിപത്യ സഖ്യം 3-ാം തവണയും അധികാരത്തിലേറുമെന്നുള്ള കാര്യത്തിൽ നമ്മുടെ രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും സംശയമില്ലാത്ത രീതിയിലേക്ക് ഇന്ന് നമ്മുടെ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയെയും ദേശീയ ജനാധിപത്യ സഖ്യത്തെയും എതിർക്കാൻ വേണ്ടി ഇവിടെ പടച്ചുണ്ടാക്കിയിട്ടുള്ള ഇന്ത്യ മുന്നണി, LDF UDF അടങ്ങുന്ന ഇന്ത്യ മുന്നണി ഇന്ന് കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും ദേശീയ ജനാധിപത്യ സഖ്യത്തിനെതിരെ മത്സരിക്കുകയാണ്. ഒരു മുന്നണിയിൽപ്പെട്ടവർ പരസ്പരം മത്സരിക്കുന്ന വിചിത്രമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ആദരണീയായിട്ടുള്ള അധ്യക്ഷ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീമതി മീനാക്ഷി ലേഖി MP ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഭാരത് മാതാ കേ, ഭാരത് മാതാ കേ, ഭാരത് മാതാ കേ. നമ്മുടെ ആദരണീയമായിട്ടുള്ള സ്ഥാനാർത്ഥി ശ്രീ അനിൽ കെ ആന്റണി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതേപോലെ BDJS-ന്റെ ജില്ലാ അധ്യക്ഷൻ ഡോക്ടർ AV ആനന്ദരാജ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്.
ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയെ ഷാൾ അണിയിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ ആരാധ്യനായിട്ടുള്ള ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് വി എസ് സൂരജ് അവറുകളെ ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ആരാധ്യനായിട്ടുള്ള സ്ഥാനാർത്ഥിയെ ഷാൾ അണിയിക്കുന്നതിന് അഡ്വക്കേറ്റ് കെ ബിനുമോൻ അവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുക. പ്രിയപ്പെട്ട ശ്രീ മാഡം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീമതി മീനാക്ഷി ലേഖി MP കഴിഞ്ഞ 2 തവണയായിട്ട് ന്യൂഡൽഹിയിൽ നിന്നുള്ള ലോക്സഭാംഗമാണ്. കേന്ദ്ര മന്ത്രിസഭയിലെ വിദേശകാര്യ വകുപ്പിന്റെ സഹമന്ത്രിയാണ്. പ്രമുഖയായിട്ടുള്ള അഡ്വക്കേറ്റാണ്. സുപ്രീം കോടതിയിലെ അഭിഭാഷകയാണ്. ശബരിമല പ്രക്ഷോഭത്തിന് വേണ്ടിയിട്ട് പ്രക്ഷോഭം നടന്ന സമയത്ത് അയ്യപ്പ വിശ്വാസികൾക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായിട്ടുള്ള ധീരയായിട്ടുള്ള വനിതയാണ് ശ്രീമതി മീനാക്ഷി ലേഖി MP. പ്രിയപ്പെട്ട മാഡത്തിന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളും. मैडम उसमें बात करने के लिए बता रहे हो हिंदी अंग्रेजी अच्छा उस मैडम उसमें बात करने के लिए बता रहे स्वामिये शरणम अय्यप्पा. My dear friends, first of all, I want to thank Advocate V.S. Suraj, George Kurian ji, D.V. Andaraj ji, Biju Matthew, and our candidate, Shri Anil K. Antony. We all know the issues which are affecting this constituency. We all know the problems this constituency has. Anil Antony is the right candidate because he can get things done with the central government. Let's understand, this election is not an election of the state. This is not a corporation's election. This is an election of Indian Parliament. This is an election to choose the Prime Minister. If not Narendra Modi, who do you want Prime Minister to be? Who are the people in the opposition who can stand against him and showcase their track record? In this case, we all, and Anil Antony takes Modi Uday guarantee. Modi Uday guarantee for good governance. Modi Uday guarantee which is corruption free. Modi Uday guarantee which is to serve the dharma. Modi Uday guarantee to secure the women. Modi Uday guarantee which is going to enforce law and order. And Modi Uday guarantee to see to it that wrong things do not happen to our daughters. And Patandina is a place where we have seen in the past all kind of wrong activities in the form of love jihad, in the form of speaking against the faith of Sabrimala. We've all seen how there was a conspiracy to denigrate the people of Patandita. I seek your blessings in favor of Anil Antony, so that Anil Antony, who's our NDA candidate, gets to the parliament and there is preservation of law and order,
there's preservation of dharma, there's preservation of good governance and corruption-free governance. Modi Uday guarantee is guarantee for progress. We want to make India a developed nation by 2047. And for making India a developed nation by 2047, everyone's effort is going to count. And we must ask the question from the state government that during UPA time, which is today renamed itself I.N.D.I.A. This I.N. alliance was in power for so many years in the center. But what did Kerala get? Kerala got, in terms of tax devolution, only 46,000 crores. In terms of grant devolution, only 26,000 crores. And ever since NDA government came to power in the center, in tax devolution, they got more than 1.5 lakh crores. 1.59 lakh crores is what Kerala got in tax devolution. In terms of grant devolution, Kerala got 1,49,000 crore. So there has been an increase of 236%, and then there has been an increase of 456%. At the time of COVID, when senior citizens were getting the vaccine, they were saying, "Mere bachcho ka vaccine kidhar gayi?" Bolte the na? Where are the vaccines for my children? Now I ask through you, where is the money which belongs to my children? Because whatever debt you're going to create today, our children will be paying it tomorrow. After getting increase of 236% in tax devolution and 436% in grant devolution, where is the money going? This bad management or mismanagement of funds is leading to all kinds of wrongs. We have to understand that Kerala is the most literate state. Kerala is a state where maximum, especially Patandita is the state where maximum number of children and people go as NRIs. This is the state, and this is the part of the state which received the highest remittance from outside the country. Yet, due to lack of connectivity, we are not able to give right opportunity to the people of the district. We are not able to give right opportunity to people of Patandita. It is time to ask these questions, because whoever you elect as an MP, if Anil Antony is there, Anil Antony will get things done because he will be part of the government. Whereas anybody else will only show placards in the parliament and engage in walkouts because they have nothing else to do. And we do not want people to walk out of the parliament. We want people in the parliament to raise the demands for the people, to work for the people. No walkout candidate is good candidate, because walkout candidate leads to walking over the people's benefit. So we need people who will stand for you in the parliament and seek justice for the people of Patandita. ഇവിടെ ഈ മണ്ഡലത്തിലെ വിഷയങ്ങൾ അതെന്താണെന്ന് നിങ്ങൾക്കറിയാം. ആ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് കാര്യക്ഷമതയുള്ള സ്ഥാനാർത്ഥിയാണ് നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി അനിൽ ആന്റണി. കേരളത്തിലെ ജനങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്ന് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഈ സ്റ്റേറ്റിൻ്റെ തിരഞ്ഞെടുപ്പല്ല, ഏതെങ്കിലും ഒരു കോർപ്പറേഷനിലേക്കുള്ള തിരഞ്ഞെടുപ്പല്ല, ഇന്ത്യൻ പാർലമെൻറ്റിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ്. പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പാണ്. നരേന്ദ്രമോദി അല്ലാതെ ആരാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാനുള്ളതെന്ന് പ്രതിപക്ഷത്തോട് ഞാൻ ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിടുവാൻ കരുത്തുള്ള ഏത് നേതാവാണ് ഉള്ളതെന്ന് ഞാൻ ചോദിക്കുകയാണ്. കാരണം അദ്ദേഹത്തെ നേരിടുവാൻ കരുത്തുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ന് മുന്നോട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് അനിൽ കെ ആന്റണി ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കും. കാര്യങ്ങൾ നടക്കും. ഇവിടുത്തെ
വികസനം നടപ്പിലാക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കും. നരേന്ദ്രമോദിയുടെ സർക്കാർ എന്ന് പറയുന്നത് ജനങ്ങളുടെ ക്ഷേമങ്ങൾ നോക്കുന്ന സർക്കാരാണ്. നമ്മുടെ കുട്ടികളെ, പെൺകുട്ടികളെ സംരക്ഷിക്കുന്ന സർക്കാരാണ്. സ്ത്രീകളെ സംരക്ഷിക്കുന്ന സർക്കാരാണ്. അതേസമയം ഇവിടുത്തെ സർക്കാർ എന്ന് പറയുന്നത് സ്ത്രീകളെ സംരക്ഷിക്കാത്ത സർക്കാരാണ്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച സർക്കാരാണ്. ക്രമസമാധാന നില തകർന്ന സർക്കാരാണ്. ഈ പത്തനംതിട്ടയെ പറ്റി പറയുന്ന അവസരത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, പല പല നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഈ ജില്ലയിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. ലവ് ജിഹാദിന്റെ തുടക്കം ഈ ജില്ലയിൽ നിന്നാണ്. അതുപോലെ തന്നെ ശബരിമലയിലെ ആരാധനയ്ക്കെതിരായിട്ടുള്ള നീക്കങ്ങൾ നടന്നത് ഈ ജില്ലയിൽ നിന്നാണ്. തീർച്ചയായിട്ടും നമുക്ക് പുരോഗതി വേണമെങ്കിൽ നിങ്ങൾ അനിൽ കെ ആന്റണിയെ അനുഗ്രഹിക്കണം. തീർച്ചയായിട്ടും NDAയുടെ സർക്കാർ വന്നു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് പുരോഗതി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. 2047 ഈ ഭാരതം ഒരു വികസിത ഭാരതമായിട്ട് മാറും. നിങ്ങൾക്കറിയാമല്ലോ UPAയുടെ കാലഘട്ടം. UPA എന്ന് പറയുന്നത് ഇപ്പോൾ പറയുന്നത് എങ്ങനെയാണ്? I.N.D.I.A എന്നാണ് അവര് ആ മുന്നണിയെ പറ്റി പറയുന്നത്. കഴിഞ്ഞ 10 വർഷ കാലഘട്ടം ആ UPAയുടെ കാലഘട്ടത്തിൽ, ആ സർക്കാർ അധികാരത്തിലിരുന്ന കാലഘട്ടത്തിൽ എന്താണ് കേരളത്തിന് കിട്ടിയത്? അവരെന്താണ് കേരളത്തിന് കൊടുത്തത്? അവർ കൊടുത്തത് എന്താണ്? അവര് ടാക്സിന്റെ വിഹിതമായിട്ട് ആകെ കൊടുത്തത് 46,000 കോടി രൂപയാണ്. അതുപോലെ ഗ്രാൻഡായിട്ട് കൊടുത്തത് 26,000 കോടി രൂപയാണ്. അതേസമയം NDAയുടെ സർക്കാർ വന്നു. NDAയുടെ സർക്കാർ വന്നതിന് ശേഷം ഇവിടെ ടാക്സ് വിഹിതമായിട്ട് കൊടുത്തത് 1,59,000 കോടി രൂപയാണ്. അതുപോലെ ഗ്രാൻഡായിട്ട് കൊടുത്തത് 1,49,000 കോടി രൂപയാണ്. അതായത് ടാക്സിന്റെ കാര്യത്തിൽ 236% വർധനമുണ്ടായി. അതുപോലെ തന്നെ ഗ്രാൻഡിന്റെ കാര്യത്തിൽ 400% വർധനവുണ്ടായി. ആ കോവിഡിന്റെ കാലഘട്ടത്തിൽ, ആ വാക്സിൻ കൊടുത്ത കാലഘട്ടത്തിൽ മുതിർന്നവർക്ക് ആദ്യം കൊടുത്ത അവസരത്തിൽ ആ മുതിർന്നവർ പറഞ്ഞു ഞങ്ങളുടെ കുട്ടികൾക്കും കൊടുക്കണമെന്ന്. നരേന്ദ്രമോദിയുടെ സർക്കാർ കുട്ടികൾക്ക് കൊടുക്കുകയുണ്ടായി. ഇപ്പം നമുക്ക് ചോദിക്കാനുള്ളത്, എവിടെയാണ് നമ്മുടെ ഭാവി തലമുറയ്ക്കുള്ള പണമെന്നാണ്. കാരണം കേന്ദ്രം കൊടുക്കുന്നു. കേന്ദ്രം 236%, 400% കൊടുക്കുന്നു. ആ കാര്യസ്ഥത കൊണ്ട് ഈ സർക്കാരിന്റെ, കേരള സർക്കാരിന്റെ കാര്യസ്ഥത കൊണ്ട് നമ്മുടെ കുട്ടികളുടെ ഭാവി ശോഭനമല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാടിനെ പറ്റി പറയുന്ന അവസരത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, വിദേശത്ത് ഏറ്റവും കൂടുതൽ വിദേശത്ത് പോകുന്നവര് ഈ പത്തനംതിട്ടയിൽ നിന്നാണ്. വിദേശ പണം ഏറ്റവും കൂടുതൽ വരുന്നത് ഈ പത്തനംതിട്ടയിലേക്കാണ്. പക്ഷേ ഇവിടെ വികസനമില്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വികസനം കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് അവസരവും കിട്ടുന്നില്ല. അതുകൊണ്ട് ചോദിക്കുവാൻ സമയമായിരിക്കുന്നു, ആരായിരിക്കണം നിങ്ങളുടെ MP എന്നുള്ളത് ചോദിക്കുവാൻ വേണ്ടി സമയമായിരിക്കുന്നു. തീർച്ചയായിട്ടും കഴിവുള്ള അനിൽ കെ ആന്റണി, അദ്ദേഹം തീർച്ചയായിട്ടും സർക്കാരിന്റെ ഭാഗമായിരിക്കും. സർക്കാരിന്റെ ഭാഗമായിട്ട് ഒരാൾ പോയി കഴിഞ്ഞാൽ ഈ മണ്ഡലത്തിന് വേണ്ടി, വികസനത്തിന് വേണ്ടി അവർക്ക് ചെയ്യുവാൻ സാധിക്കും. പാർലമെന്റിൽ ഈ പ്രതിപക്ഷത്തിന്റെ ആൾക്കാർ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അവിടെ പ്ലക്കാർഡ്സ് പിടിച്ചുകൊണ്ട് അവർ വാക്കൗട്ട് ചെയ്യാൻ വേണ്ടിയാണ് അവർ പോകുന്നത്. ഈ മണ്ഡലത്തിന്റെ അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നില്ല. അത് തീർച്ചയായിട്ടും പാർലമെന്റിലേക്ക് പോകുന്നവരോ ആ മണ്ഡലത്തിലെ ജനങ്ങളുടെ വികസനത്തിന് വേണ്ടിയായിരിക്കണം, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയായിരിക്കണം, ആ പ്രദേശം പുരോഗതിയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയായിരിക്കണം. അങ്ങനെയുള്ളവരെ വേണം നമ്മൾ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കേണ്ടത്. അതിന് ഏറ്റവും അനുയോജ്യനായിട്ടുള്ളത് തീർച്ചയായിട്ടും അനിൽ കെ ആന്റണിയാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. My dear friends, we have a dream to make India a developed nation by 2047. We cannot succeed in doing that until and unless everyone, irrespective of caste, color, creed, sex, or religion, participates in it. In this dream, all policies of the government have been to support the state of Kerala, whether in the times like for 70 years, state of Kerala had only 14 lakh households with tap water connection.
With NDA coming to power, with Modi ji being the Prime Minister, that number increased to 19.9 lakhs, close to 20 lakhs. A lakh and 49,000 Pradhan Mantri Awas Yojana homes have been provided by the Prime Minister's scheme. In terms of people getting benefits of health, the Ayushman Bharat card, 75 lakh plus people have got Ayushman Bharat card. Jan Aushadhi Kendra, the district level centers for virus testing labs, the national highways, the greenway highways of Kozhikode to Palakkad has been granted. 6-lane highway, ports, water metro, Kochi metro, you name it and we have done it. Government of India is very concerned for the well-being of the people of Kerala. And at that point in time, we all know that the patriotic, literate, hard-working people of Kerala need to make the right choices and know that this time is the best time and God has given us an opportunity to prove our merit. We must send an MP, an Anil Antony, to the parliament so that people of Patandita get their representation in the parliament. And this has to be a vocal representation, not a nominal representation that your MPs are missing from the proceedings of the parliament. And we all, this yagya is going on for building nation. This yagya is going on for progressive India. This yagya is going on for developed India. Let's all put our ahuti also in the same yagya and make it a success so that Patandita also gets to be represented by the BJP candidate and we win this seat. And that should be our vow today, that should be our sanskar today, that we have to make it happen and we have to work very hard to make it happen. ഈ രാജ്യത്തിൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത്, ആ സ്വപ്നം എന്ന് പറയുന്നത് 2047 ഇതൊരു വികസിത രാജ്യമായിട്ട് മാറുക എന്നുള്ളതാണ്. ജാതിയുടെയും മതത്തിൻ്റെയും നിറത്തിൻ്റെയും വലിയ അടിസ്ഥാനത്തിലല്ലാതെ ഒറ്റക്കെട്ടായിട്ട് ജനങ്ങളോ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഈ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ കേരളത്തിൽ ഏതാനും വീടുകളിൽ മാത്രമേ ടാപ്പ് കണക്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. നരേന്ദ്രമോദിയുടെ സർക്കാർ വന്നതിന് ശേഷം ഏതാണ്ട് 39 ലക്ഷം വീടുകളിലേക്ക് ആ കണക്ഷൻ എത്തിക്കുകയുണ്ടായി. ആയിരക്കണക്കിന് ഭവനരഹിതർക്ക് ഭവനം എത്തിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഈ കേരളത്തിൽ ആയുഷ്മാൻ ഭാരതിൻ്റെ അടിസ്ഥാനത്തിൽ 75 ലക്ഷം പേർക്ക് ആ സഹായം എത്തിക്കുകയുണ്ടായി, ചികിത്സാ സഹായം എത്തിക്കുകയുണ്ടായി. ജനൌഷധിയുടെ കേന്ദ്രങ്ങൾ വരികയുണ്ടായി. അതുപോലെ തന്നെ വൈറസ് പരിശോധനാ കേന്ദ്രങ്ങളുണ്ടായി, ദേശീയ പാതകളുണ്ടായി, ഹരിത ദേശീയ പാതകളുണ്ടായി. അതുപോലെ തന്നെ കോഴിക്കോട്ടും പാലക്കാട്ടുമൊക്കെ വളരെ വിശാലമായിട്ടുള്ള ആ നമ്മുടെ ദേശീയ പാതകൾ വരികയുണ്ടായി. വാട്ടർ മെട്രോ ഉണ്ടായി, കൊച്ചിൻ മെട്രോ ഉണ്ടായി. അങ്ങനെ കേരളത്തിൻ്റെ സമഗ്രമായിട്ടുള്ള വികസനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ കഠിനമായിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമാക്കാൻ ഈ മണ്ഡലത്തിൽ നിന്ന് തീർച്ചയായിട്ടും കഴിവുള്ള ഒരു MP തിരഞ്ഞെടുക്കപ്പെടണം. അത് അനിൽ കെ ആന്റണി ആയിരിക്കണമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വെറുതെ പേരിന് വേണ്ടിയുള്ള ഒരു MP അല്ല പോകേണ്ടത്. അവിടെ പോയിട്ട് പാർലമെന്റിലെ നടപടികളിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന ഒരു MP അല്ല നമുക്ക് വേണ്ടത്. ഈ മണ്ഡലത്തിന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന MP ആയിരിക്കണം ഉണ്ടാകേണ്ടത്. അത് തീർച്ചയായിട്ടും ഈ മണ്ഡലത്തിന്റെ വികസനത്തിന് ഗുണം ചെയ്യുകയും ജനങ്ങളുടെ ക്ഷേമത്തിന് ഗുണം ചെയ്യുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയുള്ള കഠിന പ്രവർത്തനമാണ് ഈ BJPയുടെ പ്രവർത്തകരെ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. I call upon the Mahila Shakti to stand together, to stand against corruption, to stand against drug abuse, to stand for the security of our girl child, to stand for all the right things in the social fabric. We know that Prime Minister Modi with his schemes has helped this Shakti to be further nurtured by giving Matratva Shakti Vandan Yojana,
by giving LPG connection. 3.5 lakh households got LPG connection. Few crore people got Jan Dhan accounts. These are the women who never had seen a bank. And today, more than 1 crore women of the country had become Lakpati Didis. And these Didis had not seen the bank till 10 years ago. Imagine the change which has been brought. Matritva Shakti Vandan, the Nari Shakti Vandan, under which the Prime Minister has given representation to the women force in the Parliament, in the Legislative Assembly, which will come through in coming times, in coming years. Whether it's police, it's army, it's medicine, it's engineering, everywhere, women scientists, everywhere, the power of women has been recognized, not only to build homes, but to build nation. Things like clean toilets, which deal with the dignity of women, people who ruled this country for 70 years had not even thought about. Giving tap water connection was not a priority for people. Giving bank accounts was not a priority for these people. Imagine, till 2010, the country only had 11 crore bank accounts. And now, within a period of 4 months, Prime Minister saw to it that 52 crore new bank accounts were opened in those 4 months. And those bank accounts are the ones which link to the phone, which link to the UID, are bringing the change with Aadhaar, are bringing the change that this country needs to see. And power of women is being seen as a power to change the society. I want all my friends to come together, support Anil Antony, because Anil Antony will add to the core of Prime Minister Modi. And this participation in Parliament will mean that Patandita also gets represented in the right way. I need to catch a flight, otherwise I would have stayed for long. My flight is at 7:10 from Trivandrum. I will seek your blessings in favor of Anil and seek your apologies for having to leave early for the travel. ഈ മഹിളാ ശക്തിയെ പറ്റി നരേന്ദ്രമോദി ആ മഹിളാ ശക്തിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് മഹിളാ ശക്തിയോട് ഞാൻ ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ അഴിമതിക്കെതിരായിട്ട് പടപൊരുതണം. പീഡനത്തിനെതിരായിട്ട് നിങ്ങൾ പടപൊരുതണം. നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ടി നമ്മൾ പടപൊരുതണം. സമൂഹത്തിന് വേണ്ടി നിങ്ങളുടെ ശക്തി തീർച്ചയായിട്ടും ഉപയോഗിക്കണം. അതുകൊണ്ട് നരേന്ദ്രമോദി മാതൃവന്ദന പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ 2.5 കോടി ജനങ്ങൾക്ക് LPGയുടെ കണക്ഷൻ കൊടുക്കുകയുണ്ടായി. മാതൃവന്ദനയുടെ അടിസ്ഥാനത്തിൽ കോടിക്കണക്കിന് വനിതകൾക്ക് സഹായം കൊടുത്തു. ജൻധൻ യോജനയുടെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ സ്ത്രീകളെ സഹായിച്ചു. ഏതാണ്ട് 1 കോടിയോളം സ്ത്രീകള് കോടിപതികളായി മാറിയിരിക്കുകയാണ്. ഈ കോടിപതികളായിട്ടുള്ള സ്ത്രീകള് 10 വർഷം മുമ്പ് അവർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ട് അവർക്കില്ലായിരുന്നു. അവര് ഏത് രീതിയിലായിരുന്നു മുന്നോട്ട് പോയതെന്ന് നമുക്കറിയാൻ സാധിക്കും. ഈ മാതൃശക്തിയുടെ ആ ശക്തി തെളിയിക്കുന്നതിന് വേണ്ടി പാർലമെന്റിലും അതുപോലെ തന്നെ നിയമസഭയിലും അവർക്ക് സംവരണം കൊടുത്തിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും ഉടനെ നടപ്പിലാക്കുക തന്നെ ചെയ്യും. പോലീസിലും ആർമിയിലും അതുപോലെ തന്നെ മെഡിസിനിലും അതുപോലെ എഞ്ചിനീയറിംഗിലും ശാസ്ത്രരംഗത്തും എല്ലാം തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പദ്ധതികൾ നടപ്പിലാക്കിയിരിക്കുകയാണ്. ഈ രാജ്യത്ത് ടോയ്ലറ്റ് പോലും നിർമ്മിക്കുവാൻ ഇവിടെ ഭരിച്ചവര് 70 വർഷം ഭരിച്ചവര് തയ്യാറായിരുന്നില്ല. അതുപോലെ തന്നെ ടാപ്പ് വാട്ടറിന്റെ കാര്യം അവർ ചിന്തിച്ചേയില്ല. ഈ രാജ്യത്ത് 2010 11 കോടി പേർക്ക് മാത്രമാണ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നത്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം 52 കോടിയായിട്ട് അത് വർദ്ധിപ്പിച്ചു. ആ ലിങ്കിലൂടെ, ആ ആധാർ ലിങ്കിലൂടെ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വരികയാണ്. അതുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി തീർച്ചയായിട്ടും അനിൽ ആന്റണിയെ വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ നാരീശക്തിയുടെ അനുഗ്രഹം അദ്ദേഹത്തിന് വേണം. എൻ്റെ വിമാനം വൈകുന്നേരം 7:10 തിരുവനന്തപുരത്ത് കന്ന്. അതുകൊണ്ട് എനിക്ക് പോകണം. നിങ്ങളുടെ അനുഗ്രഹം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ക്ഷമ ചോദിക്കുകയാണ് എനിക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നതിൽ. Bharat Mata Ki! With hands raised. Bharat Mata Ki! Bharat
माता की, भारत माता की जय हिंद, जय भारत। അടുത്തായി സംസാരിക്കാൻ BDJS ജില്ലാ അധ്യക്ഷൻ ഡോക്ടർ AV ആനന്ദരാജനെ ക്ഷണിച്ചുകൊള്ളുന്നു. ആദരണീയനായ ഇന്നത്തെ നമ്മുടെ യോഗത്തിൻ്റെ അധ്യക്ഷൻ, NDAയുടെ ചെയർമാനും ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റുമായ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് VS സൂരജ്, നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ശ്രീമതി മീനാക്ഷി ലേഹി അവറുകൾ, ആദരണീയനായ സ്ഥാനാർത്ഥി നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ശ്രീ അനിൽ കെ ആന്റണി അവറുകൾ അടക്കം വേദിയിലും സദസ്സുമുള്ള നേതാക്കന്മാർ, പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ സ്ഥാനാർത്ഥി തിരിച്ചെത്തിയിട്ടുണ്ട്. അദ്ദേഹം നിങ്ങളോട് സംസാരിക്കുന്നതാണ്. ഞാൻ ദീർഘമായി ഒന്നും പറയുന്നില്ല. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ നമ്മുടെ ഏറ്റവും യുവത്വം തുളമ്പുന്ന, ഒരുപക്ഷേ നമ്മളൊക്കെ ആരാധനയോടെയും അഹങ്കാരത്തോടെയും എപ്പോഴും നോക്കിക്കാണുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി മോദിജി ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് തലേ ദിവസം കേരളത്തിൽ ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി എത്തിയത് നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ അനിൽ കെ ആന്റണിക്ക് വേണ്ടിയാണ്. നമ്മളൊന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്നും കാണാതെ നമ്മുടെ പ്രധാനമന്ത്രി ഇതിന് വരികയില്ല. അദ്ദേഹം ഇവിടെ വന്ന് വളരെ വ്യക്തമായി പറഞ്ഞ ഒരു കാര്യവുമുണ്ട്. വികസനം എന്താണെന്ന് പത്തനംതിട്ടയ്ക്ക് മനസ്സിലാകണമെങ്കിൽ ശ്രീ അനിൽ കെ ആന്റണി ജയിച്ചു വരണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിലൊത്തിരി അർത്ഥമുണ്ട്. നമ്മൾ ഈ കഴിഞ്ഞ 15 വർഷക്കാലം ഈ വെയിറ്റിംഗ് ഷെഡ് ആന്റണിയും അല്ലെ ഹൈമാസ് ലൈറ്റ് ആന്റണിയും മാത്രം കണ്ടിരുന്ന സ്ഥലത്ത് അതിലപ്പുറത്തേക്ക് പത്തനംതിട്ടയുടെ വികസന സാധ്യതകൾ എന്താണ് എന്ന് പഠിച്ചുകൊണ്ടാണ് അതിന് കഴിവുള്ള ഒരു നേതാവിനെ തന്നെ നമുക്കിവിടെ സ്ഥാനാർത്ഥിയായി നൽകിയത്. ഇന്നിപ്പോൾ ചാനലുകളിലൊക്കെ ഒത്തിരി അവരുടെ പോളുകൾ, പ്രീ പോൾ സർവേ ഒക്കെ വന്നുകൊണ്ടിരിക്കുക. നമ്മൾ മുൻപുള്ളതിൽ നിന്നും വ്യത്യസ്തമായി ഒരുപക്ഷെ അട്ടിമറി നടക്കും എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് പത്തനംതിട്ട മാറി. അവരുടെ ഭാഷയിൽ പോലും ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ, രാജസ്ഥാൻ തിരഞ്ഞെടുപ്പിലും അതുപോലെ 5 സ്റ്റേറ്റുകളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ പടച്ചുവിട്ട ന്യൂസുകൾ, പ്രീ പോൾ സർവേകളൊക്കെ നമുക്കറിയാം. BJP നിലം തൊടില്ല, NDA നിലം തൊടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരമായി എഴുതിക്കൊണ്ടിരുന്ന ചാനലുകൾ ഇലക്ഷൻ റിസൾട്ടിൻ്റെ പിറ്റേ ദിവസമായപ്പോൾ BJPയുടെ NDAയുടെ ഉജ്ജ്വലമായ വിജയം കണ്ടപ്പോൾ അവരും കൈയടിച്ച് അംഗീകരിക്കുന്ന നിലയിലാണ് എത്തിയത്. യാതൊരു സംശയവുമില്ല, പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടെണ്ണി റിസൾട്ട് വരുമ്പോൾ ഇതേ മാധ്യമങ്ങൾ തന്നെ പ്രിയപ്പെട്ട അനിൽ ആന്റണി ഇവിടുന്ന് വിജയിച്ച് MP ആയി മന്ത്രിയാകും എന്ന് പറയുന്ന നിലയിലേക്ക് എത്തുകയാണ് കാര്യങ്ങൾ എന്നുള്ളതിലൊരു സംശയവുമില്ല. നമുക്ക് അതിനുവേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. പത്തനംതിട്ടയ്ക്ക് നമുക്കൊരു മന്ത്രി വേണം. നമുക്കൊരു മന്ത്രി വേണമെങ്കിൽ നമ്മൾ പിന്നീട് ആലോചിച്ചിട്ട് കാര്യമില്ല. 26-ാം തീയതി ചെല്ലുമ്പോൾ ഈ പ്രിയപ്പെട്ട നാട്ടുകാർ രാഷ്ട്രീയം പോലും മാറ്റിവെച്ചുകൊണ്ട് വികസനത്തിന്റെ നായകനായ നരേന്ദ്രമോദിജിയുടെ ഇവിടുത്തെ പ്രതിനിധിയായി പ്രിയപ്പെട്ട അനിൽ ആന്റണി അവരുകളെ വിജയിപ്പിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമായി മാറിയിരിക്കുകയാണ്. ഇന്ന് നമുക്കറിയാം, നമ്മളൊക്കെ പലപ്പോഴും കാണുന്നതാണ്, വിജയിക്കും എന്ന് തോന്നുന്ന ഘട്ടങ്ങളിൽ നിരവധി ആരോപണങ്ങളുമായി വരിക. നമ്മുടെ സ്ഥാനാർത്ഥിക്ക് നേരെ അത്തരത്തിൽ ആരോപണം ഏതോ ഒരു ദല്ലാള് ഉന്നയിച്ചപ്പോൾ എനിക്ക് സത്യത്തിൽ സന്തോഷമാണ് തോന്നിയത്. കാരണം അവർ അംഗീകരിച്ചു കഴിഞ്ഞു, ഇത് വിജയിക്കാൻ പോവുകയാണ്, ഇത് തകർക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ട് പ്രിയപ്പെട്ട നമ്മുടെ എതിർ സ്ഥാനാർത്ഥിയുടെ ഗോഡ് ഫാദർ എന്നോ സ്വന്തം ഫാദർ എന്നോ ഒക്കെ പറയാവുന്ന, ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സ്വഭാവ വൈശിഷ്ട്യം വെച്ച് നമുക്കൊക്കെ അങ്ങനെയൊക്കെ ചിലപ്പോൾ ചിന്തിക്കേണ്ടി വരും. PJ കുര്യൻ എന്ന് പറയുന്ന പഴയ MP-യുടെ സ്വഭാവ വൈശിഷ്ട്യം വെച്ച് പലതും നമുക്ക് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ അതൊന്നും പ്രിയപ്പെട്ട സഹോദരിമാരിയിരിക്കുന്ന വേദികളിൽ പറയാൻ കൊള്ളാത്ത കാര്യങ്ങളായതുകൊണ്ട് ആരും അത് പറയുന്നില്ല എന്നുള്ളൂ. അദ്ദേഹത്തിനെ കുറിച്ച് നമ്മുടെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു, ഒരു കാലഘട്ടത്തിൽ K. കരുണാകരനെ അട്ടിമറിക്കുവാൻ, ശ്രീ AK ആന്റണിയെ അട്ടിമറിക്കുവാൻ
അതേപോലെ തന്നെ ഉമ്മൻചാണ്ടിയെ പരാജയപ്പെടുത്തുവാൻ, ഭരണത്തിൽ നിന്നും തൂത്തെറിയുവാൻ കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് ചരട് വലിച്ച് അതിന് നേതൃത്വം കൊടുത്ത് ഇല്ലാതാക്കിയ നേതാവാണ് ശ്രീ പി ജെ കുര്യൻ എന്ന് പറയുന്നത്. ആ പി ജെ കുര്യനാണ് നമ്മുടെ വെയിറ്റിംഗ് ഷെഡ് ആന്റണിയുടെ നേതാവ്, ഗോഡ് ഫാദർ എന്ന് പറയുന്നത്, പഴയ MP-യുടെ ഗോഡ് ഫാദർ എന്ന് പറയുന്നത്. സ്വാഭാവികമായും തോൽക്കും എന്നവർക്ക് സംശയം തോന്നിയ സമയത്ത് തന്നെയാണ് നമ്മുടെ സ്ഥാനാർത്ഥിക്ക് നേരെ ആരോപണമായി വരുന്നത്. മറ്റേ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് നമുക്ക് പറയേണ്ട കാര്യമില്ല. നല്ല ഒന്നാന്തരം ക്ലീനിങ് വിദഗ്ധനാണ്. നമ്മുടെ ഖജനാവ് 5 വർഷം കൊണ്ട് ഭരിച്ചു മുടിച്ച് കഴുകി വൃത്തിയാക്കി 5 പൈസ അതിലില്ലാതെ പോയ ആളാണ് മറ്റേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി. ഇന്നിപ്പോൾ അനുഭവിക്കുക, നമ്മുടെ സർക്കാർ ജീവനക്കാര് അടക്കമുള്ള ആളുകൾ വരുന്ന നാളുകളിൽ ശമ്പളമില്ലാതെ ജോലി ചെയ്യേണ്ട അവസ്ഥയിലേക്ക് പോവുകയാണ്. നമുക്കൊക്കെ നമ്മുടെ കേരളത്തിന് 1,75,000 കോടി കടമുള്ളിടത്ത് നിന്ന് 5 വർഷം കൊണ്ട് അത് 5,75,000 കോടി 34,000 കോടിയായി വർദ്ധിപ്പിച്ച വലിയ മിടുക്കനാണ് നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി. യാതൊരു സംശയവും വേണ്ട, ഈ 2 സ്ഥാനാർത്ഥികളെയും തൂത്തെറിഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിജിയുടെ പ്രതിനിധി, നമ്മുടെയൊക്കെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ അനിൽ ആന്റണി അവർ ഇവിടെ വിജയിച്ചു വരും. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ 100% ഏറ്റെടുത്ത് നമ്മൾ മുന്നോട്ട് പോകണം. പ്രിയപ്പെട്ട നാട്ടുകാരുടെ എല്ലാ പിന്തുണയും ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഭാരത് മാതാ കീ ജയ്. അടുത്ത നമ്മുടെ ആദരണീയനായിട്ടുള്ള സ്ഥാനാർത്ഥി ശ്രീ അനിൽ കെ ആന്റണി സംസാരിക്കുന്നതാണ്. മഴയായിട്ട് ഓക്കെ. ഭാരത് മാതാ കീ, ഭാരത് മാതാ കീ. ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട വേദിയിലിരിക്കുന്ന എല്ലാ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കൾ, ഭാരവാഹികൾ, അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ ജി, അഡ്വക്കേറ്റ് ജില്ലാ പ്രസിഡന്റ് സൂരജ് ജി, അരുൺ പ്രകാശ് ജി, ആനന്ദരാജ് ജി, ബിജു മാത്യു ജി, ശ്രീ കരമനൻ ജയൻ, ശ്രീ പന്തളം പ്രതാപൻ, ശ്രീ ജയശങ്കർ, ശ്രീ ബിനുമോൻ, ശ്രീ അയിരൂർ പ്രദീപ്, ശ്രീ TR അജിത് കുമാർ എന്നിവിടെ വന്നിട്ടുള്ള എല്ലാ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, എല്ലാ ഭാരവാഹികളെ, ഇവിടെ വന്ന നാട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ വന്ന ഇവിടുത്തെ കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖിജിക്ക് പ്രത്യേകം നന്ദി പറയുന്നു. ഇന്ന് 7:10 ഫ്ലൈറ്റ് ആയതുകൊണ്ട് കുറച്ച് നേരത്തെ പോയി. പക്ഷേ ഈ ജില്ലയിലും മണ്ഡലത്തിനും വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. ആമുഖത്തിൽ പറയാൻ സാധിച്ചില്ല. പക്ഷേ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ശബരിമല പ്രക്ഷോഭത്തിൻ്റെ സമയത്ത് ഈ ശബരിമല വിഷയം ആദ്യം പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് മീനാക്ഷി ലേഖിജിയായിരുന്നു. അതുപോലെ തന്നെ ആ ശബരിമല പ്രക്ഷോഭത്തിൻ്റെ സമയത്ത് ഇവിടുത്തെ ധാരാളം സംഘടനകൾക്ക് മീനാക്ഷി ലേഖിജി ലീഗൽ സപ്പോർട്ടും കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നിവിടെ വന്നതിന് പ്രത്യേകം നന്ദി ഞാൻ മന്ത്രിയെ അറിയിക്കുന്നു. ഈ വരുന്ന ഈ തെരഞ്ഞെടുപ്പ്, ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ലാസ്റ്റ് ലാപ്പുകളിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു. എന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ട് ഇപ്പോൾ 6 ആഴ്ച കഴിഞ്ഞു. ഇനിയിപ്പം 2 ആഴ്ച പോലും ഇല്ല തെരഞ്ഞെടുപ്പിന്. ഈ അവസാന ലാപ്പുകളിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതൊരു MPയെ തിരഞ്ഞെടുക്കേണ്ട തിരഞ്ഞെടുപ്പല്ല, ഇതൊരു നാഷണൽ ഇലക്ഷനാണ്, ദേശീയ തിരഞ്ഞെടുപ്പാണ്. ഈ തിരഞ്ഞെടുപ്പ് അടുത്ത 5 വർഷം ഇന്ത്യ ആര് ഭരിക്കും, ഇന്ത്യ ആര് നയിക്കും, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാകും എന്നൊക്കെ തീരുമാനിക്കാനുള്ള തിരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ മുൻ തെരഞ്ഞെടുപ്പുകളെ പോലെ അല്ല. അപ്പം മുൻ തെരഞ്ഞെടുപ്പിൽ നമുക്ക് 2019 എന്ത് സംഭവിക്കുമെന്ന് നമുക്കൊക്കെ അറിയാമായിരുന്നു. എങ്കിലും ഇവിടുത്തെ ചില മാധ്യമങ്ങളും നമ്മുടെ
കേരളത്തിൽ എതിരെ നിൽക്കുന്ന രണ്ട് കക്ഷികളും ഇവിടെ ചില വ്യാജ പ്രചരണമൊക്കെ നടത്തി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UPA തിരിച്ചു വന്നേക്കാന്നൊക്കെ ഒരു പ്രചരണം ഇവിടെ നടത്തി. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന സമയത്തെല്ലാം അങ്ങനെ നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ച് കേരളത്തിൽ കുറേ സീറ്റുകൾ അവർക്ക് ലഭിച്ചു. പക്ഷേ അഖിലേന്ത്യാ തലത്തിൽ ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ 2019 പൂർണ്ണ മെജോറിറ്റിയോടെ 300-ലധികം സീറ്റുകളോടെ തിരിച്ചു വന്നു. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും പോലും ഒരു കാര്യം വളരെ വ്യക്തമായി അറിയാം. ഈ തെരഞ്ഞെടുപ്പിൽ 3-ാം തവണയും ജയിക്കാൻ പോകുന്നത് BJP തന്നെയാണ്. 2014-ലും 2019-നേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടെ ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയും NDAയും തിരിച്ചു വരും. ദേശീയ ജനാധിപത്യ മുന്നണി 400-ലധികം സീറ്റുകളും BJPക്ക് 370-ലധികം സീറ്റുകളും ലഭിക്കും. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. പിന്നെ കേരളത്തിലെ കാര്യം, കേരളത്തിൽ ഇതുവരെ നമ്മുടെ പാർട്ടിക്ക് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും പല കാരണങ്ങളാലും സീറ്റ് ലഭിച്ചില്ല. വിജയത്തിൻ്റെ അടുത്തെത്തി, പക്ഷേ വിജയിക്കാൻ സാധിച്ചില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് അത് കേരളത്തിൽ ചരിത്രം മാറ്റാൻ പോവുകയാണ്. കാര്യം നിരവധി സീറ്റുകളിൽ ശ്രീ നരേന്ദ്രമോദിജിയുടെ പ്രതിനിധികൾ മത്സരിക്കുന്നുണ്ട്, വിജയ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും 370-ലധികം സീറ്റുകൾ BJPക്ക് ലഭിക്കുമ്പോൾ അതിൽ നിരവധി സീറ്റുകൾ കേരളത്തിൽ നിന്നായിരിക്കും. ഈ പത്തനംതിട്ടയിൽ ശ്രീ നരേന്ദ്രമോദിജി എല്ലാ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചതിന് ശേഷം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൻ്റെ തൊട്ട് തലേദിവസം ഇവിടെ വന്നിരുന്നു. വന്ന ദിവസം തന്നെ അദ്ദേഹം ഈ പത്തനംതിട്ട ജില്ലയിൽ ചെയ്ത കാര്യങ്ങൾ എണ്ണി പറഞ്ഞു. കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ ഒരു MPയും ഒരു MLAയും ഇല്ലായിരുന്നിട്ട് പോലും ഇവിടെ ജനങ്ങളോട് ഒരു വേർതിരിവും ഇല്ലാത്ത രീതിയിൽ 300-ലധികം പദ്ധതികൾ ശ്രീ മോദിജിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നടപ്പാക്കുന്നുണ്ട്. അതിൽ പത്തനംതിട്ടയിൽ മാത്രം ചെയ്ത കാര്യങ്ങൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇവിടെ ഏകദേശം 5 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് ജൽജീവൻ മിഷൻ്റെ ഭാഗമായി വീട്ടിൽ ഇന്ന് കുടിവെള്ളം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്ന് മാതൃവന്ദന യോജന പദ്ധതിയുടെ ഭാഗമായിട്ട് 10,000-ലധികം വനിതകൾ അതിൻ്റെ ഗുണഭോക്താക്കളാണ്. ഏകദേശം 1.5 ലക്ഷം മൃഗങ്ങൾക്ക് വാക്സിനേഷൻ കൊടുത്തിട്ടുണ്ട്. 5 ലക്ഷത്തോളം കർഷക കുടുംബങ്ങൾക്ക് എല്ലാ 4 മാസവും ഒരു തുക പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ യോജനയുടെ ഭാഗമായി കൊടുക്കുന്നു. ഇങ്ങനെ ഇവിടെയുള്ള ഓരോ കുടുംബത്തിനും ഈ പത്തനംതിട്ടയിലുള്ള ഓരോ കുടുംബത്തിനും നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ 1-ലധികം സ്കീമുകൾ വീട്ടിലെത്തിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ ഒരുപാട് പത്തനംതിട്ടക്കാർക്ക് ഇതൊക്കെ സെൻട്രൽ ഗവൺമെൻറ് സ്കീമുകളാണെന്ന് അവർക്ക് ഇന്നും അറിയില്ല. ഇതൊരു സത്യാവസ്ഥയാണ്. ഈ വരുന്ന നാളുകളിൽ കഴിഞ്ഞ 10 വർഷം പാർട്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് പത്തനംതിട്ട ഉൾപ്പെടെയുള്ള ജില്ലകളിൽ പാർട്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളും അടുത്ത 5 വർഷം നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം വളരെ വ്യക്തമായി ജനങ്ങളിലേക്ക് എത്തിച്ചാൽ അവർക്ക് നമുക്കല്ലാതെ മറ്റൊരാൾക്കും വോട്ട് ചെയ്യാൻ സാധിക്കില്ല. ഇന്ന് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ഇന്ന് വന്നപ്പോൾ അടുത്ത 5 വർഷം ഈ മണ്ഡലത്തിൽ എന്തൊക്കെ ചെയ്യും അതിൻ്റെ ഒരു രൂപരേഖ വളരെ വ്യക്തമായി ഈ മണ്ഡലത്തിന് വേണ്ടി മാത്രം ഒരു മാനിഫെസ്റ്റോ ഇന്ന് പ്രസ് ക്ലബിൽ വെച്ച് ഇന്ന് ഇറക്കിയിരുന്നു. ഇതിൽ അടുത്ത 5 വർഷം ഈ മണ്ഡലത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുമെന്നുള്ള വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്കെതിരെ 2 എതിർ സ്ഥാനാർത്ഥികളുണ്ട്. ഒന്ന് ശ്രീ ആൻഡോ ആൻ്റണിയും മറ്റേത് ശ്രീ തോമസ് ഐസക്കുമാണ്. കഴിഞ്ഞ 15 വർഷം ഇവിടെ ഒരു MP ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ 15 വർഷം എന്താണ് ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ 15 വർഷം ഇവിടെ എന്ത് നടന്നിട്ടുള്ളത്. ഈ ആൻഡോ ആൻ്റണി ആദ്യത്തെ 5 വർഷം MP ആയപ്പോൾ കേന്ദ്രത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗും കേരളത്തിൽ ശ്രീ ഉമ്മൻചാണ്ടിയും സർക്കാരുകളുണ്ടായിരുന്നു. ഡബിൾ ബൂസ്റ്റ് ഉണ്ടായിരുന്ന സമയമായിരുന്നു. എന്നിട്ട് പോലും അധികമൊന്നും നടന്നില്ല. കഴിഞ്ഞ 10 വർഷം ഇദ്ദേഹം ഒരു പ്രതിപക്ഷ MP-യാണ്. ഇവിടെ വെയിറ്റിംഗ് ഷെഡും ലൈറ്റുകളും അല്ലാതെ ഇവിടെ ഒന്നും നടക്കുന്നില്ലെന്നാണ് നാട്ടുകാർ തന്നെ എന്നോട് പറയുന്നത്. അതിനുള്ള കപ്പാസിറ്റി ഇന്നൊരു പ്രതിപക്ഷ MP-ക്കുള്ളൂ. ഇപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ തന്നെ ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മണ്ഡലത്തിൽ കഴിഞ്ഞ 6 ആഴ്ച ഞാൻ എല്ലാ സംഘടനാ മണ്ഡലങ്ങളും നിയോജന മണ്ഡലങ്ങളും 1-ലധികം പ്രാവശ്യം പോയി. ഒരുപാട് ജനങ്ങൾ, ആയിരക്കണക്കിന് ജനങ്ങളുമായിട്ട് ഞാൻ ഇൻട്രാക്ട് ചെയ്തു. ഒരു കാര്യം എനിക്ക് വ്യക്തമായി, ഇവിടുത്തെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു. കാര്യം ഞാനിവിടെ വന്നപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചത്, ഇതുപോലെ ഒരു മണ്ഡലം, ഇത്രയും പൊട്ടൻഷ്യലുള്ളൊരു മണ്ഡലം, ഇത്രയും വിദ്യാസമ്പന്നരായ ജനങ്ങളുള്ള മണ്ഡലം, ഇത്രയും യുവാക്കളുള്ള മണ്ഡലം, ഏകദേശം 50-ലധികം എഞ്ചിനീയറിംഗ് കോളേജുകളുള്ളൊരു മണ്ഡലമാണ്. ഇങ്ങനെയുള്ളൊരു മണ്ഡലത്തിൽ പറയാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി പോലുമില്ല, ഏതെങ്കിലും ഒരു വ്യവസായമില്ല, ചെറുകിട വ്യവസായമില്ല, വലിയ വ്യവസായവുമില്ല.
ഇവിടെ ഒരു IT പാർക്കില്ല, ഒരു ഇൻഡസ്ട്രിയൽ പാർക്കില്ല, ഒരു സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്റർ ഇല്ല, ഏതെങ്കിലും ഒരു സെൻട്രൽ ഗവൺമെൻറ് PSUവിൻ്റെ ഒരു യൂണിറ്റ് ഇല്ല, ഏതെങ്കിലും ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഹയർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു യൂണിറ്റ് ഇല്ല. പിന്നെ MP കഴിഞ്ഞ 15 വർഷം എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഇദ്ദേഹത്തിൻ്റെ പണി എന്തായിരുന്നു? ഇതാണ് ഞാൻ ആലോചിച്ചത്. പക്ഷേ ഇപ്രാവശ്യം ഇതൊക്കെ മാറ്റി എഴുതാൻ സമയമായി. പിന്നെ എനിക്കെതിരെ മറ്റേ സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കാണ്. നിരവധി പ്രാവശ്യം MLA ആയ വ്യക്തിയാണ്, മന്ത്രിയായ വ്യക്തിയാണ്. പക്ഷെ നിങ്ങൾക്കറിയാം, അദ്ദേഹം ഇന്ന് ഈ സംസ്ഥാനം വലിയൊരു കടക്കണിയിലാണ്, വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഇന്ന് കേരള സർക്കാരിന് ഇവിടെ സ്വന്തം എംപ്ലോയീസിന് സാലറി കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും പോലും കഴിയാത്ത അവസ്ഥയിലാണ്. ഇങ്ങനെ ഒരു സർക്കാരിന് തീർച്ചയായിട്ടും ഇവിടെ വികസനമൊന്നും കൊണ്ടുവരാൻ സാധിക്കില്ല. അപ്പോൾ ഇവിടെ പത്തനംതിട്ടയിലെ ജനങ്ങൾക്ക് വികസനം വേണം, ഇവിടെ പത്തനംതിട്ടയിലെ ജനങ്ങൾക്ക് അവസരങ്ങൾ വേണം, ഇവിടെ പത്തനംതിട്ടയിലെ ജനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാമൂഹികവും സാമ്പത്തികവുമായിട്ട് മുന്നോട്ട് പോകാൻ അവസരങ്ങൾ വേണം, നല്ല അടിസ്ഥാന സൗകര്യങ്ങൾ വേണം, ലോകാത്തര നിലവാരമുള്ള വികസനം വേണം. ഇതെല്ലാം വേണമെങ്കിൽ ഈ 3 സ്ഥാനാർത്ഥിയിൽ NDA സ്ഥാനാർത്ഥിക്കല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. ഇപ്പോൾ ഞാൻ ഇന്ന് രാവിലെ തന്നെ തിരുവല്ലയിലായിരുന്നു. തിരുവല്ലയിൽ പോയപ്പോൾ അവിടെ ബിലീവേഴ്സ് മെഡിക്കൽ കോളേജിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു, കേന്ദ്രമന്ത്രിയുടെ കൂടെ തന്നെ. അവിടെ മെഡിക്കൽ ഫീൽഡിലുള്ളവരുമായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു, സംവദിക്കുമായിരുന്നു. അപ്പോൾ തിരുവല്ലയിൽ പോയപ്പോൾ ഞാൻ കണ്ടത് ഒരുപാട് നല്ല ക്വാളിറ്റി മെഡിക്കൽ കോളേജുകളുണ്ട്. ഇതെല്ലാം കൂടെ വെച്ചൊരു മെഡിക്കൽ സിറ്റിയാക്കി മാറ്റാനുള്ള ഒരു പൊട്ടൻഷ്യലുണ്ട്. ഇങ്ങനെയൊക്കെ ആയാലും ഇവിടെ മെഡിക്കൽ ടൂറിസം ഒരുപാട് കൂടും. അതുപോലെ ഇവിടെ ശബരിമല, പരിമല ദേവാലയം, ആറന്മുള വള്ളംകളി നടക്കുന്ന സ്ഥലമാണ്, മാരമൺ കൺവെൻഷൻ നടക്കുന്ന സ്ഥലമാണ്, എരുമേലി പള്ളിയുള്ള സ്ഥലമാണ്. ഇതെല്ലാം കൂടെ വെച്ച് വലിയൊരു റിലീജിയസ് കൾച്ചറൽ ഹബ്ബാക്കി മാറ്റി വലിയൊരു റിലീജിയസ് കൾച്ചറൽ ടൂറിസ്റ്റ് ഹബ്ബാക്കി മാറ്റാനുള്ള പൊട്ടൻഷ്യലുള്ള ഒരു സ്ഥലമാണ്. അതുപോലെ വാഗമണും ഗാവിയും പോലത്തെ സ്ഥലങ്ങളുള്ള ഒരു മണ്ഡലമാണത്. വലിയൊരു ടൂറിസ്റ്റ് ഹബ്ബാക്കി മാറ്റാനുള്ള പൊട്ടൻഷ്യലുള്ള ഒരു സ്ഥലമാണ്. ഇങ്ങനെ ഒരുപാട് പൊട്ടൻഷ്യലുള്ളൊരു സ്ഥലമാണത്. പക്ഷേ ഇതൊക്കെ വരണമെങ്കിൽ ഇവിടെ കേന്ദ്ര സർക്കാർ പദ്ധതികളില്ലാതെ ഒരു രക്ഷയുമില്ല, അല്ലെങ്കിൽ ഈ നാട് ഇങ്ങനെ തന്നെ കിടക്കത്തേ ഉള്ളൂ. അപ്പം നമ്മുടെ നാട്ടുകാർക്ക് മുന്നോട്ട് പോകാൻ അവസരങ്ങൾ വേണമെങ്കിൽ ഇവിടെ ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രതിനിധി അല്ലാതെ മറ്റൊരു ആൾ വന്നാൽ ഇവിടെ കാര്യമില്ല. ഈ സന്ദേശങ്ങളെല്ലാം നമ്മൾ വളരെ വ്യക്തമായി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചാൽ അവർ നമുക്കല്ലാതെ മറ്റൊരാൾക്ക് വോട്ട് ചെയ്യില്ല. അവർ നമുക്കല്ലാതെ മറ്റൊരാൾക്ക് വോട്ട് ചെയ്യില്ല. ദയവ് ഇത് മിണ്ടാതിരിക്കുക, ഞാൻ സംസാരിക്കുമ്പോൾ ഇവിടെ കിടന്നു. ഞാൻ 3 സ്ഥാനാർത്ഥികളിൽ ഞാൻ പറഞ്ഞു വന്നത്, അതായത് ഇവിടെ വികസനം വേണം, ഇവിടെ അവസരങ്ങൾ വേണം, ഇവിടെ തൊഴിലവസരങ്ങൾ വേണം. ഇതെല്ലാം വേണമെങ്കിൽ ഈ 3 സ്ഥാനാർത്ഥികളിൽ ശ്രീ നരേന്ദ്രമോദിജിയെ പ്രതിനിധീകരിക്കുന്ന സ്ഥാനാർത്ഥി അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥി വന്നിട്ട് കാര്യമില്ല. ഇവിടുത്തെ നാട്ടുകാർക്ക് വികസനം വേണം, അവസരങ്ങൾ വേണം, ഇവിടുത്തെ നാട്ടുകാർക്ക് നല്ല അടിസ്ഥാന സൗകര്യങ്ങൾ വേണം, ഇവിടുത്തെ നാട്ടുകാർക്ക് ലോകാത്തര നിലവാരമുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് വേണം. ഇതെല്ലാം ശ്രീ NDAയുടെ ഒരു പ്രതിനിധിക്കല്ലാതെ മറ്റൊരാൾക്ക് സാധിക്കില്ല. ഇന്ന് തന്നെ ഈ മണ്ഡലത്തിൽ, ഈ ജില്ലയിൽ ആകപ്പാടെ ഒറ്റ റെയിൽവേ സ്റ്റേഷനാണുള്ളത്. അതിൻ്റെ സ്ഥിതി എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇപ്പം നരേന്ദ്രമോദിജിയുടെ സർക്കാർ ഇന്ന് ഇന്ത്യയിൽ എല്ലായിടത്തും ലോകാത്തര നിലവാരമുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്നു. മെട്രോ സ്റ്റേഷനുകൾ, ലോകാത്തര നിലവാരമുള്ള റെയിൽവേ സ്റ്റേഷനുകൾ ഉണ്ടാക്കുന്നു. കേരളത്തിൽ തന്നെ തിരുവനന്തപുരം, കൊല്ലം ഉൾപ്പെടെയുള്ള റെയിൽവേ സ്റ്റേഷനിൽ ഒരുപാട് ഫേസ് ലിഫ്റ്റ് നടത്തി നല്ല സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളാക്കി. ഇവിടുത്തെ തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ ഇന്നും ഇങ്ങനെയാണ് കിടക്കുന്നത്. നിങ്ങളെല്ലാം യാത്ര ചെയ്യുന്നവരാണ്, അപ്പം കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. അപ്പോൾ ഇവിടുത്തെ നാട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇവിടെ BJP സ്ഥാനാർത്ഥി ജയിക്കണം. ഈ സന്ദേശം വളരെ വ്യക്തമായി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചാൽ നമ്മളല്ലാതെ മറ്റൊരാൾ ജയിക്കില്ല. ഇനി 2 ആഴ്ചയേ ഉള്ളൂ. ഈ 2 ആഴ്ചയിൽ ഇവിടെ വന്ന എല്ലാവരോടും, സംഘടനയിൽ പ്രവർത്തിക്കുന്നവരോട് ഞാൻ ആകപ്പാടെ പറയുന്നത്, നിങ്ങളെല്ലാവരും നിങ്ങളുടെ ബൂത്തുകളെല്ലാം സജ്ജമാക്കുകയും ഈ സന്ദേശങ്ങളും നമ്മുടെ പ്രചരണ മെറ്റീരിയലും എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കാൻ നിങ്ങൾ എൻ്റെ കൂടെ സഹകരിക്കണം. ഇന്നിവിടെ വന്നിട്ടുള്ള നാട്ടുകാരോട് ഞാൻ പറയുന്നത്, അടുത്ത 5 വർഷം ഇവിടെ കഴിഞ്ഞ ദശാബ്ദങ്ങളായി കാണുന്നതിനേക്കാൾ വികസനം, ദശാബ്ദങ്ങളായി നിങ്ങൾ കണ്ടതിനേക്കാൾ അവസരങ്ങൾ ഇവിടെ നല്ല രീതിയിൽ ഇവിടെ ചെയ്യാൻ ഭാരതീയ ജനതാ പാർട്ടിയും ശ്രീ നരേന്ദ്രമോദിജിയും പ്രതിനിധീകരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് ഇവിടെ സാധിക്കും. അതിന് നിങ്ങൾ എനിക്ക് വേണ്ടി താമര അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം. ഇത്രയും പറഞ്ഞ് നിർത്തുകയാണ്. നന്ദി. ജയ് ഹിന്ദ്. കഴിഞ്ഞ 21 വർഷക്കാലം UDFിൻ്റെ ജില്ലാ കൺവീനറായിരുന്ന
ശ്രീ വിക്ടർ ടി തോമസ് UDF പദം വലിച്ചെറിഞ്ഞുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗമായിട്ട് ഇന്ന് പ്രവർത്തിക്കുക. പാർട്ടിയുടെ നാഷണൽ കൗൺസിൽ അംഗമായിട്ടുള്ള ശ്രീ വിക്ടർ ടി തോമസ് അവറുകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളും. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, ആദരണീയനായ സ്ഥാനാർത്ഥി അനിൽ ആന്റണി, ബഹുമാനപ്പെട്ട ജോർജ് കുര്യൻ അടക്കം, ഈ സൂരജ് ജില്ലാ പ്രസിഡന്റ് സൂരജ് അടക്കം ഈ വേദിയിൽ സദസ്സിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദീർഘമായൊരു പ്രസംഗത്തിൻ്റെ അവസരമല്ല, ഇവിടെ സ്ഥാനാർത്ഥി പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്തുകൊണ്ട് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥി വിജയിക്കണം എന്നുള്ള പോയിന്റ്സാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മധ്യ തിരുവിതാംകൂറിൻ്റെ വികസന അജണ്ട മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇവിടെ സൂചിപ്പിച്ച സൂരജ് കഴിഞ്ഞ 24 വർഷക്കാലമായി UDFിൻ്റെ ജില്ലാ ചെയർമാനും UDFിൽ പ്രവർത്തിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ UDFിന് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. എന്തുകൊണ്ട് UDFിൽ നിന്ന് രാജിവെച്ച് BJPയിലേക്ക് കടന്നു വന്നത്? ഈ മധ്യ തിരുവിതാംകൂറിനെയും കേരളത്തിനും വികസനം നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഈ ഏറ്റവും പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം എന്ന് പറയുന്നത് ഈ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് എല്ലാ സമുദായങ്ങളുടെയും, ശബരിമല ഉൾപ്പെടെ, മാരാമൺ കൺവെൻഷൻ ഉൾപ്പെടെ, പരിമല ഉൾപ്പെടെ, മഞ്ഞരിക്കര ഉൾപ്പെടെ, ചെറുകോൽപ്പുഴ ഹിന്ദു മത കൺവെൻഷൻ, ആറന്മുള വള്ളംകളി മുഴുവൻ തുടങ്ങി, അതുപോലെ തന്നെ ഉത്രാടം തിരുനാൾ ജലമേള ഉൾപ്പെടെ സാംസ്കാരിക പരിപാടികളുടെ ഏറ്റവും വലിയ ഒരു കേന്ദ്രമാണ് ഈ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം. പത്തനംതിട്ടയിലെ 5 നിയോജകമണ്ഡലങ്ങളും കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി 2 നിയോജകമണ്ഡലങ്ങളും ചേർന്നുള്ള ഈ പാർലമെന്റ് മണ്ഡലം ഒരു സൈഡിൽ മലയോര മേഖലകളും അതുപോലെ തന്നെ അപ്പർ കുട്ടനാട് കാർഷിക മേഖലയുടെ അപ്പർ കുട്ടനാട് മേഖലകളും ഉൾപ്പെട്ട് പഴയ ആലപ്പുഴയുടെയും കൊല്ലം ജില്ലയുടെയും ഭാഗങ്ങൾ വേർതിരിച്ചെടുത്ത ഈ പാർലമെന്റ് മണ്ഡലവും ജില്ലയും, അതിൻ്റെ വികസനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. മത്തായിയുടെ വീട് പണിത് കൊടുക്കുക, പഴയ ഫോറസ്റ്റുകാർ വന്നു ആ വീടിന് സന്ദർശിക്കണം, അത്യാവശ്യമാണ്. 15-ാം തീയതി വീട് ഇതാണ്. അപ്പോൾ അതിന് നമുക്ക് നല്ലൊരു അവസരം നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്നു. നമുക്ക് ഇവിടെ നമ്മുടെ സ്ഥാനാർത്ഥി താമര ചിഹ്നത്തിൽ നമ്മൾ വിജയിപ്പിച്ചെടുത്താൽ, ഇവിടെ അറിയാം, കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന്റെ തലേദിവസം ആദരണീയനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോദിജി പത്തനംതിട്ടയിൽ വന്ന് പ്രഖ്യാപിച്ചത് എന്താണ്? ഈ പത്തനംതിട്ടയ്ക്കും കേരളത്തിനും ഇവിടെ NDA പിന്തുണയ്ക്കുന്ന MP-മാര് ഇല്ലായിരുന്നിട്ട് പോലും 10 വർഷക്കാലമായി കേരളത്തിൽ ചെയ്ത വികസനം, ആ വികസനത്തിന്റെ 10 മടങ്ങ് ഈ പ്രദേശത്തെ ഞാൻ എന്റെ ചങ്കിലേറ്റും എന്നാണ് പത്തനംതിട്ടയിൽ വന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ തലേ ദിവസം ആദരണീയനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇവിടെ പ്രഖ്യാപിച്ചതെങ്കിൽ അത് നമുക്ക് ഏറ്റെടുക്കുവാനൊരു അവസരമാണ്. അവിടെ നമുക്ക് താമര ചിഹ്നത്തിൽ BJPയുടെ സ്ഥാനാർത്ഥി, NDAയുടെ സ്ഥാനാർത്ഥിയെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ നിങ്ങൾ വിജയിപ്പിക്കണം, നമ്മൾ വിജയിപ്പിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥിക്ക് എല്ലാ അഭിവാദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. പരിപാടി നന്ദി രേഖപ്പെടുത്താൻ പാർട്ടി മണ്ഡലം അധ്യക്ഷൻ ശ്രീ ഗിരീഷ് കുമാറിനെ ക്ഷണിച്ചോളൂ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷനും പാർട്ടിയുടെ ജില്ലയുടെ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് BA സൂരജ് അവർക്ക് അടൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ പേരിലുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ഏറെ ബഹുമാന്യായ കേന്ദ്രമന്ത്രി ശ്രീമതി മീനാക്ഷി ലേഖിക്ക് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ പേരിലുള്ള കൃതജ്ഞതയും നന്ദിയും രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ അവർക്ക് അടൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഈ യോഗത്തിൽ പങ്കെടുത്ത നമ്മുടെ NDAയുടെ സ്ഥാനാർത്ഥി ശ്രീ അനിൽ K. ആന്റണിക്ക് പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു.
ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ശ്രീ കരമന ജയൻ അവറുകൾക്ക് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഈ യോഗത്തിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ ദേശീയ സമിതി അംഗം ശ്രീ വിക്ടർ ബി തോമസ് അവറുകൾക്ക് പാർട്ടി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഈ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ച ഏറെ ബഹുമാനപ്പെട്ട OBC മോർച്ച സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് AV അരുൺ പ്രകാശ് അവറുകൾക്ക് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തുന്നു. പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള അഡ്വക്കേറ്റ് K ബിനുമോൻ, ശ്രീ ഐരൂർ പ്രദീപ് അവറുകൾക്ക് പാർട്ടിയുടെ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തുന്നു. പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ശ്രീ TR അജിത് അവറുകൾക്ക് പാർട്ടിയുടെ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തുന്നു. പാർട്ടിയുടെ ഏറെ ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് ജില്ലാ സെക്രട്ടറി ശ്രീ റോയ് മാത്യു അവറുകൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. പാർട്ടിയുടെ സ്റ്റേറ്റ് കൗൺസിൽ മെമ്പർമാരായിട്ടുള്ള ശ്രീ അയ്യപ്പൻകുട്ടി, ശ്രീ പ്രദീപ് കൊട്ടത്ത് അവറുകൾക്ക് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ വിവിധ മോർച്ചയുടെ പ്രസിഡന്റുമാരായിട്ടുള്ള ശ്രീ നിതിൻ ശിവ, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് ശ്രീ രൂപേഷ് അടൂർ, SC മോർച്ച ജില്ലാ പ്രസിഡന്റ് ശ്രീമതി ചന്ദ്രലേഖ, ഡിസ്ട്രിക്ട് മഹിളാ മോർച്ച പ്രസിഡന്റ് അവറുകൾക്ക് പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തുന്നു. ഈ യോഗത്തിൽ പങ്കെടുത്ത അടൂർ നിയോജകമണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ അനിൽ നെടുമ്പള്ളി അവറുകൾ, നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ സജി മഹർഷിക്കാവ്, ശ്രീ അരുൺ താന്നിക്കൽ, അഡ്വക്കേറ്റ് കൊടുമൺ G നന്ദകുമാർ, ശ്രീ വിജയകുമാർ തെങ്ങം അവറുകൾക്കുള്ള നന്ദി പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്ത ഭാരതീയ ജനതാ പാർട്ടിയുടെ മുതിർന്ന കാര്യകർത്താക്കൾ, അതേപോലെ തന്നെ നമ്മുടെ ബൂത്ത് തല പ്രവർത്തകര്, ഇവിടെ എത്തിയിട്ടുള്ള അടൂരിലെ നിയോജകമണ്ഡലത്തിലെത്തിയിട്ടുള്ള പൊതുസമൂഹം, എല്ലാവർക്കും നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്ത് പാർട്ടി കാര്യങ്ങൾ ചർച്ച ചെയ്ത, ജനങ്ങളെ അഭിസംബോധന ചെയ്ത കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന മാധ്യമ സുഹൃത്തുക്കൾ, മറ്റ് സർക്കാർ സംവിധാനങ്ങൾ, എല്ലാവർക്കും ഈ പരിപാടി നടത്തിപ്പിനായി സഹകരിച്ച എല്ലാവർക്കും പാർട്ടി അടൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ പേരിലുള്ള കൃതജ്ഞതയും നന്ദിയും രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. പരിപാടി അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു.